അപ്പോൾ എൻ്റെ ചീനിയിലാണെങ്കിൽ ഒരു മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നട്ടാൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇത് കുറച്ച് അരികൾ ഞാൻ ഒരുമിച്ച് അങ്ങ് പാകിയതാണ്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇതിനകത്തൊരു മുളകിനെ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ട് രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ചീരയുണ്ട്. ചീരയൊക്കെ ഈ മഴയത്ത് അങ്ങ് സെറ്റാവുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ പൂച്ചയല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ പൂച്ച. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് നടാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഭയങ്കര ചോലയാണ് അപ്പുറത്തെ റബ്ബറിൻ്റെയൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവൻ മിറ്റമായിരുന്നു കേട്ടോ. ഞങ്ങളതിനെ ചെറുതായിട്ടൊരു എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ നട്ട് അവിടെ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വേറെ നമുക്ക് നടാൻ സ്ഥലമില്ല. അപ്പോൾ ഇതൊരു മാവുണ്ട്. അതുപോലെ തന്നെ അമ്മ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ ഇടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുളച്ച് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. എന്തിൻ്റെ ആന്ന് കറക്റ്റായിട്ട് അറിയില്ല, കാരണം എല്ലാം കൂടി ഒരുമിച്ചൊക്കെ ഇനി നമ്മളെന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക, റംബൂട്ടാൻ അതുപോലെ തന്നെ തണ്ണിമത്ത അങ്ങനെ കുരുവുള്ള സീഡൊക്കെ ഉള്ളത് ഇടുമ്പോൾ അതിങ്ങനെ ഇതായി വരാറുണ്ട് കേട്ടോ. അതുപോലെ കാച്ചിൽ നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചീനിയുണ്ട്. ഇത് നമ്മുടെ അരിനെല്ലിയാണ് കേട്ടോ. നമ്മൾ കാക്കൂർ കാളവയിൽ അവിടെ ആ സമയത്ത് നമ്മൾ വാങ്ങിച്ചതാണ്. അരിനെല്ലിയാണ്, അത് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പയർ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിക്കേണ്ട ഒരു സമയമായി. അപ്പോൾ നമുക്കിന്ന് പറിച്ചെടുക്കാം. ഒത്തിരിയൊന്നുമില്ല, 2-3 ഉള്ളൂ. അപ്പോൾ എന്നാലും നമ്മുടെ വീട്ടിലെ കൊണ്ടാകുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. 3 കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ട് ചെറുതാണ്, 3 കേട്ടോ, താഴെത്തൊട്ടും കൂടി ഉണ്ട്. ഇതോടെ നമുക്കങ്ങ് പറിച്ചെടുക്കാം. ഇത്രയുണ്ട്. ഒരെണ്ണം കിടപ്പുണ്ട്, അത് ഭയങ്കര ചെറുതാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ മുള്ളാത്ത ഭയങ്കര ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇതിന് വേര് പോലുമില്ല, വേറെ അങ്ങനെയുള്ളൊരു മണ്ണില്ല. എന്നിട്ട് പോലും അതിനകത്ത് ഈ പ്രാവശ്യം മുള്ളാത്ത ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് മുള്ളാത്ത. ഇത് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. 1-2 പറിച്ചേ ഇതിനകത്തുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ വേറൊരു പയറും കൂടെ ഇവിടെ ഉണ്ടായി നിൽപ്പുണ്ട്. നമ്മുടെ പേരയാട്ടോ. ഇതൊക്കെ ഞങ്ങൾ കാക്കൂർ കാളവേൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ് പേര. അപ്പോൾ നമുക്കിത് ഇതിനെയും കൂടെ പറിച്ചെടുക്കാം. ഒരു കുഞ്ഞ് മെഴുക്കുവരട്ടിക്കുള്ളത് കൊച്ചിലാണെങ്കിലും കൊടുത്തിടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മുറ്റത്ത് മണ്ണ് കുറവാട്ടോ, അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും അങ്ങ് നമുക്ക് നടാൻ പറ്റില്ല. അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചില്ലായിരുന്നേ സത്യം പറഞ്ഞാൽ. മഴയായതുകൊണ്ട് അങ്ങനെ അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നുകൊണ്ടാണ്. ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ടൊരു മെഴുക്കുവരട്ടിക്കുള്ള പയർ കിട്ടിയായിരുന്നു. ചെറിയൊരു പ്ലാവ്. ഞാനൊരു മൾബറി, കുഞ്ഞിന് മൾബറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അവിടുത്തെ അപ്പുറത്തെ വീട്ടിൽ അവർ വെട്ടിക്കളഞ്ഞപ്പോൾ അത് ബഡാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കമ്പെടുത്ത് കൊണ്ട് നട്ട് മുളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു മുള്ളാത്ത കേട്ടോ. ഇതിനകത്തും അത്യാവശ്യം കാകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. മൂത്ത് കിടപ്പുണ്ട്, അത് പറിക്കണം. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നിറച്ചും കായ്ച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം, മേളിലൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ചീനിയാണ്, വെള്ളച്ചീനി. അതിനകത്ത് ഇന്നലെ ഞാൻ കുറച്ച് പറിച്ചായിരുന്നു. പിന്നെ നമുക്കൊരു മാവുണ്ട്. പിന്നെന്താ, നമുക്ക് കറ്റാർവാഴ, അതുപോലെ തന്നെ പനിക്കൂർക്കയൊക്കെ ഈ മഴയത്ത് ഇങ്ങനെ നിന്നിട്ട് ഫുള്ള് പോയട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു നമുക്കിവിടെ. ഇതാണ് നമ്മുടെ ചെറിയൊരു അടുക്കളത്തോട്ടം. പിന്നെ അത് ചേനയുണ്ട്. അതുപോലെ തന്നെ കാച്ചിലൊക്കെ അവിടെ ഇവിടെ അമ്മ നട്ടിട്ടുണ്ട് കേട്ടോ.
ഒരു മാവാണ്. ഇതൊന്നും ചോല കാരണം പൊങ്ങി വരുന്നില്ല. ഇവിടെയും കാച്ചു കണ്ടിട്ടുണ്ട് ചേമ്പ്. അപ്പോൾ നമുക്ക് ഇത്രയും പയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗം ഞങ്ങൾ അടുക്കളത്തോട്ടമാക്കി എടുത്തിരിക്കുകയാണ്. കാരണം നമുക്ക് വേറെ എവിടെ നടാനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ അങ്ങ് നടാമെന്ന് വിചാരിച്ചത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ചെറിയൊരു വീഡിയോ ആണ്, വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും മുളക് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത്. അതുകൊണ്ട് ഇറങ്ങിയതുകൊണ്ടാണ് ഇത്രയും പയറും കിട്ടി നമുക്ക്.